ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുൻ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടും എന്നാൽ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പുഡിങ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. അതിനായിട്ടൊരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ 1 കപ്പ് പാൽപ്പൊടിയുടെ അളവാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ 1 കപ്പ് പാൽപ്പൊടിക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കണം. അത് വറുത്തതോ വറുക്കാത്തതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇച്ചിരി തരികളോട് കൂടിയിട്ടുള്ള റവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കേണ്ടത്, ബേക്കിംഗ് സോഡയല്ല. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ ചേർത്താൽ കാര്യമില്ല കേട്ടോ, അത് നെയ്യ് തന്നെ വേണം, എങ്കിലാണ് നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടത്തുള്ളൂ ഈ ഗുലാബ് ജാമുന്. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടെ, ഈ പൊടികളെല്ലാം കൂടെ ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് ചെയ്തിട്ടുള്ള പൊടിക്കകത്തോട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പുള്ള ചെറു ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ച്, ഇത് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന കണക്ക് നമുക്ക് ഈ ഒരു പാൽപ്പൊടിയുടെ കൂട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 8 ടേബിൾ സ്പൂൺ വരുന്ന അളവിലുള്ള പാല്, ചെറു ചൂടുള്ള പാല് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ പാലിൻ്റെ അളവൊക്കെ ഓരോരുത്തും ഓരോ പൊടിക്കുമൊക്കെ വ്യത്യസ്തമായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കാതെ ആവശ്യത്തിന് മാത്രം ഒഴിച്ചിട്ട് കുഴയ്ക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ ഈ മാവ് ഇതുപോലെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ഒന്ന് ഉരുട്ടി എടുക്കാൻ പോകുന്നത്. അപ്പോൾ കയ്യിൽ വേണമെങ്കിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ കുറച്ച് സ്മൂത്തായിട്ട് നമുക്ക് ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ഈ ബോൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അല്പം നെയ്യാണ് തടവി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കയ്യിൽ ഇതുപോലെ നല്ല കുഞ്ഞ് ഷേപ്പ്, കുഞ്ഞ് റൗണ്ട് മതി കേട്ടോ, ഒത്തിരി വലിപ്പം വേണ്ട. കാരണം ഇതിനകത്ത് ആ ഒരു ഷുഗർ സിറപ്പിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരിയും കൂടെ വലുതാവും, വീർത്ത് വരും, പിന്നെ വറുത്തൊക്കെ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ കുഞ്ഞ് ഷേപ്പിൽ ഉണ്ടാക്കി ബാക്കിയുള്ളതും കൂടെ ഒന്ന് പെട്ടെന്നൊന്ന് എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ബോൾസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ ആ സമയം ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തോട്ട് 1/4 കപ്പ് പഞ്ചസാര, ഇത് 250 ml മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു വിസ്കാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആ പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് അലിയിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലേവറിനായിട്ട് ഏലക്കായാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 ഏലക്ക ഇതുപോലെ ഒന്ന് തുണ്ടൊന്ന് എൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ടേ ഉള്ളൂ, തുണ്ടോട് കൂടെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്തോട്ട് 1-2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി അങ്ങ് ചേർക്കേണ്ട കാര്യമില്ല. ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ഞൾപ്പൊടിയിൽ ഒരു കുത്തൽ വരും. അപ്പോൾ 2 നുള്ളൊക്കെ മതിയാവും. ഇനി ഇതെല്ലാം കൂടെ ഇതേപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒത്തിരി അങ്ങ് സിറപ്പ് ഇങ്ങനെ ഭയങ്കര തിക്കായിട്ടൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റും കൂടെ ഒന്ന് നന്നായി തിളപ്പിക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ബോൾസുകളൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്, അതാണ് ഏറ്റവും നല്ലത്. മണമില്ലാത്ത ഓയിലൊക്കെയാണ് നമുക്കിത് വറുക്കാൻ ഉപയോഗിക്കേണ്ടത്. ഇനി ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ ബോൾസുകളൊക്കെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട്, ഇത് നല്ലൊരു ഗുലാബ് ജാമുനൊക്കെ ഒരു കളർ ഉണ്ടല്ലോ, ഒരു ഗോൾഡൻ കളറൊക്കെ ആവത്തില്ലേ, ആ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് വറുത്ത് കോരാം. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ഈ ഒരു കളർ ആവുമ്പോൾ ഞാനത് വറുത്ത് കോരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഗുലാബ് ജാമുൻ്റെ ബോൾസൊക്കെ വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. നല്ല ഇപ്പം ഇച്ചിരി ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക, അതങ്ങനെ തന്നെയാണ്. പക്ഷെ ഒന്ന് ഞെക്കുമ്പോൾ നമുക്കറിയാം ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമുക്കിതിനി ആ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കണം. അതിനായിട്ട് ഷുഗർ സിറപ്പ് ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു ചൂടോട് കൂടി ആണ് കേട്ടോ ഷുഗർ സിറപ്പിന് ഉള്ളത്, എങ്കിലാണ് അതിനകത്തോട്ട് നമ്മൾ ഈ ഒരു ബോൾസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതിങ്ങനെ കുതിർന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നിങ്ങൾ
ഈ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെറു ചൂടുള്ള ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒത്തിരി നേരം ഒന്നും ഇട്ട് വെക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 5-6 മിനിറ്റ് അത്ര നേരെ ഞാനിതൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ, എല്ലായിടത്തും ഒരുപോലെ ഷുഗർ സിറപ്പ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു ഗുലാബ് ജാമുനൊക്കെ നമ്മൾ ആദ്യം ഇട്ടതിനേക്കാൾ ഇച്ചിരി കൂടെ വീർത്തൊക്കെ വന്നിട്ടുണ്ട്. അത് ആ ഷുഗർ സിറപ്പൊക്കെ കുടിച്ചിട്ടാണ്. ഇനി നമുക്ക് ഇതിനകത്ത് വളരെ പതുക്കെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതൊരു പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വെക്കണം, പൊട്ടാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡിയാണ്. ഇതിൽ ഒരു ഗുലാബ് ജാമുൻ്റെ ഞാനൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. കണ്ടോ, നോക്കിക്ക് എത്ര സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്നുള്ളത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ഗുലാബ് ജാമുൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ടേസ്റ്റാണ്. നിങ്ങൾ ഇനി ഗുലാബ് ജാമുൻ തന്നെ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഞാനിന്ന് പുഡിംഗ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഡബിൾ ക്രീമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീം, ഡബിൾ ക്രീം, വിപ്പിംഗ് ക്രീം ഒക്കെ എടുക്കാം. അപ്പോൾ അത് ഇവിടെ 300 ml ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഏകദേശം ഫ്രീസറിനകത്ത് ഒരു 10 മിനിറ്റ് വെച്ചിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്കിത് നന്നായിട്ട് അങ്ങ് വിപ്പ് ചെയ്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മിക്സി ഉണ്ടെങ്കിൽ മിക്സി വെച്ചിട്ടോ ഞാൻ ഏകദേശം 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇതുപോലെ നമ്മളൊരു ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ, വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ചേർക്കുന്നതാണ് കണ്ടൻസ്ഡ് മിൽക്കിനേക്കാളും ടേസ്റ്റ് എപ്പോഴും പഞ്ചസാര ചേർക്കുന്നതാണ് നല്ലത്, രുചി കൂടുതലും. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇത്രയും വേണം എന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിന് അനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. എന്നിട്ട് ഇതൊന്നും കൂടെ ഞാനൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. നമ്മളിതിനകത്ത് എസൻസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗുലാബ് ജാമുനിൽ നിന്ന് ഒരു എത്രത്തോളമാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ നിന്ന് കുറച്ച് ഒരു 2, 3, 4 എന്നനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഒരു 4 എണ്ണയ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇതിനകത്തോട്ട് കുറച്ച് ഷുഗർ സിറപ്പിൻ്റെ ആ ഒരു ഷുഗർ സിറപ്പും കൂടി ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഒഴിക്കേണ്ട, അന്നേരം ഇത് നമ്മുടെ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി അങ്ങ് മാറിപ്പോവും. എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും നമുക്ക് ആവശ്യമുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് മാത്രം ഇതിനകത്ത് മതി. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒരു നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി, നമ്മൾ കേക്കിനും പുഡിങ്ങിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇതിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മളൊരു സാധാരണ ഒരു ക്രീമിൻ്റെ ടേസ്റ്റ് അല്ല, നമ്മൾ ആ ഗുലാബ് ജാമുനൊക്കെ മിക്സ് ചെയ്തതുകൊണ്ട് ആ ഗുലാബ് ജാമുൻ്റെ ഫ്ലേവറൊക്കെ അങ്ങ് ചേർത്ത് സൂപ്പറാണ്. ഇത് തന്നെ ഇങ്ങനെ നമുക്ക് ഐസ്ക്രീം ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ഇങ്ങനെയല്ല, വേറൊരു മെത്തേഡാണ്. ഞാൻ അതും ഒന്ന് കാണിക്കാം കേട്ടോ പിന്നീട് ഒരു ദിവസം. അപ്പോൾ ഇനി നമുക്കിത് ഗുലാബ് ജാമുൻ സെറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് നോക്കേണ്ടത്. വേറെ ഒന്നും വേണ്ട, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗുലാബ് ജാമുൻ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതിൽ നിന്ന് ഒരു 5 ഗുലാബ് ജാമുൻ എടുത്തിട്ട് അതിങ്ങനെ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ കണ്ടോ ഈ ഒരു രീതിക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒത്തിരി ഉടയ്ക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ഒരു പാത്രം എടുത്തിരിക്കുന്ന പുഡിംഗ് പാത്രം അല്ലെങ്കിൽ ട്രേ ഒന്ന് അതിൻ്റെ ബേസ് ഒന്ന് ഫില്ല് ചെയ്യാൻ മാത്രത്തിലുള്ള രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അടുത്തത് ഇതിൻ്റെ മേലെ വളരെ കുറച്ച് ഷുഗർ സിറപ്പ് ബാക്കിയുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ രീതിയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. തികച്ചും ഓപ്ഷണലാണ്. ഒത്തിരി മധുരം വേണ്ട എന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. ഞാൻ ആ ഷുഗർ സിറപ്പ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്ന് മാത്രം. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ക്രീമൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ്റെ ക്രീമും ഇതിൻ്റെ മേലെ നല്ല രീതിയിലൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത്, നിങ്ങൾക്ക് പാത്രത്തിന് ഇച്ചിരി കൂടെ വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് 2-3 ലെയറൊക്കെ ഗുലാബ് ജാമുൻ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന പാത്രം ചെറുതാണ്, അപ്പോൾ ഒരു ലെയറിൽ മാത്രമേ ഞാൻ ഗുലാബ് ജാമുൻ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ക്രീം ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ലെവൽ ചെയ്തെടുക്കാം. അങ്ങനെ ക്രീമൊക്കെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഞാനൊരു 5 ഗുലാബ് ജാമുൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 5 എണ്ണം ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ചെറി ഇട്ട് കൊടുക്കണം, ട്യൂട്ടി ഫ്രൂട്ടി, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിനകത്ത് വെച്ച് മിനിമം 2 മണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ. എങ്കിലാണ് അതിൻ്റെ ആ ഒരു നീരൊക്കെ ഇറങ്ങി നല്ല സൂപ്പറായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്താണെങ്കിലും 2 മണിക്കൂർ ഫ്രിഡ്ജിനകത്താണ് വെക്കേണ്ടത്, ഫ്രീസറല്ല. ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം.
അപ്പോൾ അതാ 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചിട്ട് എങ്ങനെയാണ് ഇതിനകം ഇരിക്കണേന്നുള്ളത് കാണാം. അപ്പോൾ ഇതാ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുറിക്കുമ്പോൾ എപ്പോഴും ആ ഗുലാബ് ജാമുൻ ഇങ്ങനെ കിട്ടുന്ന രീതിയിലൊക്കെ എടുക്കുക. ഞാനിത് വളരെ കുഞ്ഞ പ്ലേറ്റ് ആയതുകൊണ്ടാണ്, പുഡിംഗ് ട്രേ ആയതുകൊണ്ടാണ് ഒരു ഫുൾ ഗുലാബ് ജാമുൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ മുഴുവനായിട്ട് മേലെ വെച്ചതിന് പകരം അത് നടുവേ മുറിച്ചിട്ടോ അത് 4ആയിട്ട് മുറിച്ചിട്ടോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.